അടുത്ത ടോപ്പിക്കാണ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. നമ്മുടെ ഈ ജൈവ വൈവിധ്യത്തെ എത്രത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കണക്കുകളാണ് അടുത്തത് നോക്കുന്നത്. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. സോ നമ്മുടെ ഈ ഇപ്പോഴുള്ള നിലവിലുള്ള ട്രഷറി ഓഫ് സ്പീഷീസിൽ ഏതെങ്കിലും ഒരു പുതിയ സ്പീഷീസുകൾ ആഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ സ്പീസിയേഷൻ വഴി നമ്മുടെ നിലവിലുള്ള ആ സമ്പാദ്യത്തിലുള്ള സ്പീഷീസിലേക്ക് പുതിയ ഏതെങ്കിലും സ്പീഷീസ് ഇൻവേസീവായിട്ട് അല്ലെങ്കിൽ സ്പീസിയേഷൻ വഴി ആഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മുടെ എർത്തിൻ്റെ ട്രഷറിയുള്ള സ്പീഷീസിൻ്റെ അക്കൗണ്ടിലേക്ക് തീർച്ചയായിട്ടും ആ നിലവിലുള്ള സ്പീഷീസുകൾക്ക് നാശം സംഭവിക്കും, അല്ലെങ്കിൽ അവർ കണ്ടിന്യൂറ്റി അവരുടെ നഷ്ടപ്പെടുമെന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത ഒരു ഇൻവേസീവായിട്ടുള്ള അല്ലെങ്കിൽ ഏലിയൻ സ്പീഷീസുകളുടെ ഇൻവേസീവ് ആ നേച്ചറിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. സോ ഒരു പുതിയ സ്പീഷീസ് അവിടെ ആഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിലവിലുള്ള സ്പീഷീസുകൾക്ക് നാശം സംഭവിക്കും. സോ നമ്മുടെ ബയോളജിക്കൽ വെൽത്ത്, നമ്മുടെ ഈ പ്ലാനറ്റിലെ ഈ ജൈവ വൈവിധ്യം അല്ലെങ്കിൽ നമ്മുടെ ജൈവ വൈവിധ്യത്തിലുള്ള സമ്പാദ്യം തീർച്ചയായിട്ടും കുറഞ്ഞു വരിക, ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം റാപ്പിഡായിട്ട് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എന്തുകൊണ്ട് ഇതിങ്ങനെ ഡിക്ലൈനിങ് ആവുന്നു, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ബയോളജിക്കൽ വെൽത്ത് എന്തുകൊണ്ടാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്നതിനുള്ള ഇത് നമ്മുടെ ഓരോ മനുഷ്യൻ്റെ നേർക്കുമാണ് അത് കൈ ചൂണ്ടുന്നത്. സോ അക്യൂസിങ് ഫിംഗർ ക്ലിയർലി പോയിൻറ്റിങ് ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ട് മാത്രമാണ് ഇത്രമാത്രം നമ്മുടെ ബയോളജിക്കൽ വെൽത്ത് നമ്മുടെ പ്ലാനറ്റിലുള്ളത് ഡിക്ലൈൻ ചെയ്ത് കുറഞ്ഞു വന്നു തുടങ്ങി എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നേർക്ക് തന്നെയാണ് അതിന് ആ ചോദ്യം ഉന്നയിക്കുന്നത്. സോ അതിൻ്റെ കണക്കുകളാണ് എന്തുകൊണ്ട് ഇത്രമാത്രം ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെട്ടു. സോ മെജോറിറ്റി നമ്മൾ പറയുന്ന ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം കൊണ്ട് തന്നെയാണ്. അതിൻ്റെ എക്സാമ്പിൾസാണ് എത്രമാത്രം ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെട്ടു, എത്രമാത്രം എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസ് ഉണ്ടായി, അതാണ് ഇനി പറയാൻ പോകുന്നത്. സോ കോളനൈസേഷൻ ഓഫ് ട്രോപ്പിക്കൽ പസഫിക് ഐലൻഡ്സ് ബൈ ഹ്യൂമൻസ്. സോ നമ്മൾ മനുഷ്യന്മാർ ട്രോപ്പിക്കൽ പസഫിക് ഐലൻഡിൽ അവിടെ കുടിയേറി പാർത്തു തുടങ്ങിയപ്പോൾ അവിടുത്തെ കോളനൈസേഷൻ കൊണ്ട് മാത്രമായിട്ട് എക്സ്റ്റിങ്ഷൻ ഓഫ് മോർ ദാൻ 2000 സ്പീഷീസ് ഓഫ് നേറ്റീവ് ബേർഡ്സ്. സോ മനുഷ്യൻ്റെ കടന്നുകയറ്റം എവിടെ, ട്രോപ്പിക്കൽ പസഫിക് ഐലൻഡുകളിൽ മനുഷ്യൻ്റെ കടന്നുകയറ്റം കൊണ്ട് തന്നെ അവിടെ നിന്ന് അവിടെ ഉണ്ടായിരുന്ന 2000-ഓളം നേറ്റീവായിട്ടുള്ള സ്പീഷീസ് ബേർഡ്സുകൾ നഷ്ടപ്പെട്ടു പോയി, എക്സ്റ്റിങ്ക്റ്റായി, അവർക്ക് വംശനാശം സംഭവിച്ചു. ഇനി നമ്മൾ കുറച്ച് കണക്കുകൾ പറയുകയാണെ ഏതൊക്കെ സ്പീഷീസുകളാണ് നഷ്ടപ്പെട്ടെന്നുള്ളൊരു കണക്ക്. സോ IUCN അതിൻ്റെ റെഡ് ലിസ്റ്റ് പ്രകാരം 2004 IUCNൻ്റെ റെഡ് ലിസ്റ്റ് പ്രകാരം നമുക്ക് എക്സ്റ്റിങ്ഷൻ ഓഫ് 784 സ്പീഷീസാണ്. 784ഓളം സ്പീഷീസുകൾ വംശനാശം സംഭവിച്ചിട്ടുണ്ട്. അതും ഇൻ ലാസ്റ്റ് 500 years. അടുത്ത കാലത്ത് ഒരു 500 അവസാനത്തെ 500 വർഷങ്ങൾക്കുള്ളിൽ തന്നെ 784 സ്പീഷീസോളം എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുണ്ട്, വംശനാശം സംഭവിച്ചിട്ടുണ്ട്. അതിൽ 338 വെർട്ടിബ്രേറ്റ്സ്, 338 വെർട്ടിബ്രേറ്റ്സ്, 359 ഇൻവെർട്ടിബ്രേറ്റ്സ്, 359 ഇൻവെർട്ടിബ്രേറ്റ്സ്, 87 പ്ലാന്റ്സ്, ഇത്രത്തോളം ഇതടങ്ങിയ 784 സ്പീഷീസുകളാണ് അവസാനത്തെ 500 വർഷത്തിനുള്ളിൽ വംശനാശം സംഭവിച്ചിരിക്കുന്നത്. 338 വെർട്ടിബ്രേറ്റ്സ്, 359 ഇൻവെർട്ടിബ്രേറ്റ്സ്, 87 പ്ലാന്റ് സ്പീഷീസുകളും എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുണ്ട്. സോ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് എക്സ്റ്റിങ്ഷൻസിൻ്റെ ഏറ്റവും അടുത്ത കാലത്ത് കണ്ട എക്സ്റ്റിങ്ഷൻസിൻ്റെ എക്സാമ്പിളുകൾ നോക്കാം. സോ റീസെൻ്റ് എക്സ്റ്റിങ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഡോഡോ, മൗറീഷ്യസിൽ കാണുന്ന ഡോഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൈറ്റ്ലെസ് ബേർഡാണ്. സോ മൗറീഷ്യസിൽ ഉണ്ടായിരുന്ന ആ ഡോഡോ അത് എക്സ്റ്റിങ്ക്റ്റഡായി. അത് ഒരു ഫ്ലൈറ്റ്ലെസ് ആയിട്ട് പറക്കാൻ പറ്റാത്ത ഒരു ബേർഡാണ് ഡോഡോ മൗറീഷ്യസിൽ. അത് എക്സ്റ്റിങ്ക്റ്റ്, റീസെൻ്റ് എക്സ്റ്റിങ്ഷനാണ്. പിന്നൊന്നാണ് ക്വാഗ, സൗത്ത് ആഫ്രിക്കയിലെ ക്വാഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ സീബ്രയുടെ ഒരു സബ് സ്പീഷീസാണ് ക്വാഗ. സോ അതൊരു എനിമൽ,
ക്വാഗ എന്ന് പറഞ്ഞ അനിമൽ പ്ലെയിൻ സീബ്രയുടെ സബ് സ്പീഷീസാണ് ക്വാഗ, സൗത്ത് ആഫ്രിക്കയിലുള്ളത്. അതും എക്സ്റ്റിങ്ക്റ്റ് ആയി, റീസെൻറ്റ് എക്സ്റ്റിങ്ഷന് എക്സാമ്പിളാണ്. പിന്നെ തൈലാസിൻ ഓസ്ട്രേലിയയിൽ. തൈലാസിൻ എന്ന് പറയുന്നത് ഒരു കാർണിവോറസ് ആയിട്ടുള്ള ഒരു മാർസുപ്പിയലാണ്. സോ കാർണിവോറസ് ആയിട്ടുള്ള മാർസുപ്പിയലായ തൈലാസിൻ ഓസ്ട്രേലിയയിൽ എക്സ്റ്റിങ്ക്റ്റ് ആയി. അതുപോലെ സ്റ്റെല്ലേഴ്സ് സീ കൗ, അതൊരു അക്വാട്ടിക് മാമലാണ്. സ്റ്റെല്ലേഴ്സ് സീ കൗ അതും എക്സ്റ്റിങ്ക്റ്റ് ആയി, റഷ്യയിൽ എക്സ്റ്റിങ്ക്റ്റ് ആയി. അതുമാത്രമല്ല 3 സബ് സ്പീഷീസ് ഓഫ് ടൈഗർ, ടൈഗറിൻ്റെ തന്നെ 3 സബ് സ്പീഷീസോളം എക്സ്റ്റിങ്ക്റ്റ് ആയി. ബാലി, ജവാൻ ആൻഡ് കാസ്പിയൻ. ബാലി, ജവാൻ ആൻഡ് കാസ്പിയൻ, ഈ 3 സബ് സ്പീഷീസ് ഓഫ് ടൈഗർ വരെ ഈ അടുത്ത കാലത്ത് റീസെൻ്റായിട്ട് എക്സ്റ്റിങ്ക്റ്റ് ആയ ഓർഗാൻസ് അല്ലെങ്കിൽ അനിമൽസിന് എക്സാമ്പിൾസ് ആണ്. ഇനി പറയുന്നത് ഒരു ലാസ്റ്റ് 20 വർഷം നോക്കി കണക്ക് നോക്കുമ്പോൾ ലാസ്റ്റ് 20 ഇയേഴ്സ്, ലാസ്റ്റ് 20 വർഷം മാത്രം തന്നെ എടുക്കുകയാണെങ്കിൽ 27ഓളം സ്പീഷീസ് ഡിസപ്പിയർ ആയിട്ട് നമുക്ക് കണ്ടു നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സോ 27ഓളം സ്പീഷീസ് നഷ്ടപ്പെട്ടു പോയി, ഡിസപ്പിയർ ആയി. അങ്ങനെ ഒരു കാഴ്ച കൂടി നമുക്ക് ഈ അവസാന 20 വർഷം കൊണ്ട് മാത്രം നമ്മൾ അതിന് വിറ്റ്നസ് ആയിട്ടുണ്ട്, നമ്മൾ ദൃക്സാക്ഷിയായിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ എക്സ്റ്റിങ്ഷൻസിൻ്റെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ കെയർഫുൾ അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അനാലിസിസ് ആ റെക്കോർഡിലൂടെ നമുക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എക്സ്റ്റിങ്ഷൻസ് എല്ലാം തന്നെ അക്രോസ് ടാക്സ, വേരിയസ് ടാക്സിലുള്ള ഈ എക്സ്റ്റിങ്ഷൻസ് ഒന്നും റാൻഡം ആയിട്ടുള്ള എക്സ്റ്റിങ്ഷൻസ്, നോട്ട് അറ്റ് ഓൾ റാൻഡം. സോ എക്സ്റ്റിങ്ഷൻസ് റാൻഡം അല്ല. അതിൽ തന്നെ സം ഗ്രൂപ്പ്സ്, ചില സ്പീഷീസ് ലൈക്ക് ആംഫീബിയൻസ് പോലത്തെ സ്പീഷീസുകളൊക്കെ കൂടുതൽ വൾണറബിൾ ആണ്, എക്സ്റ്റിങ്ഷന് കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പുകാരാണ് ആംഫീബിയൻസ്. അവരൊക്കെ വളരെ പെട്ടെന്ന് എക്സ്റ്റിങ്ക്റ്റ് ആവാൻ സാധ്യതയുള്ള ഗ്രൂപ്പുകാരാണ് ആംഫീബിയൻസ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ എക്സ്റ്റിങ്ഷന് മോർ ദാൻ 15,000 to 500 സ്പീഷീസ് വേൾഡ് വൈഡ്, ഈ ലോകത്താകമാനം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് എക്സ്റ്റിങ്ഷൻസും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രത്തോളം സ്പീഷീസുകൾ എക്സ്റ്റിങ്ഷൻസിൻ്റെ ഭീഷണിയിലാണ്, ത്രെറ്റ് ഓഫ് ഇൻ ഫേസ് ഓഫ് എക്സ്റ്റിങ്ഷൻ. അതിൽ പറയുന്നത് മോർ ദാൻ 15,500 സ്പീഷീസ് വേൾഡ് വൈഡ്, ലോകത്താകമാനം 15,500 സ്പീഷീസ് ഫേസ് എക്സ്റ്റിങ്ഷൻ. അവരൊക്കെ വംശനാശ ഭീഷണിയിൽ ഇത്രയും നമ്പർ ഓഫ് സ്പീഷീസുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനി നമ്മുടെ എക്സ്റ്റിങ്ഷൻസിൻ്റെ അറ്റ് പ്രസൻറ്റ് കാണുന്ന ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷനിൽ കാണുന്ന കുറച്ച് അനിമൽസുകൾ, 12% എല്ലാ ബേർഡ് സ്പീഷീസുകളും, 12% എല്ലാ ബേർഡ് സ്പീഷീസുകളും, 23% എല്ലാ മാമൽ സ്പീഷീസുകളും, 32% എല്ലാ ആംഫീബിയൻ സ്പീഷീസും, 31% എല്ലാ ജിംനോസ്പേം സ്പീഷീസും എന്ത് പറയുകയെന്ന് വെച്ചാൽ ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ, ഈ പറഞ്ഞ വംശനാശത്തിൻ്റെ ഭീഷണിയിലാണ് ഇത്രയും സ്പീഷീസുകൾ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം. സോ 12% എല്ലാ ബേർഡ് സ്പീഷീസുകളും, 23% എല്ലാ മാമൽ സ്പീഷീസുകളും, 32% എല്ലാ ആംഫീബിയൻ സ്പീഷീസും, 31% എല്ലാ ജിംനോസ്പേം സ്പീഷീസും ദേ ആർ ഇൻ ഫേസ് ഓഫ് ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. അവരൊക്കെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എർത്തിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ, സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഓഫ് ലൈഫ് ഓൺ എർത്ത്, നമ്മുടെ ഈ ഭൂമിയിൽ ജീവൻ ആരംഭിച്ചപ്പോൾ തൊട്ടുള്ള ആ ഹിസ്റ്ററി നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു എടുത്ത് നോക്കുമ്പോൾ അതിലൊരു ഫോസിൽ റെക്കോർഡിനോട് സ്റ്റഡി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് ലാർജ് സ്കെയിൽ ഓഫ് സ്പീഷീസുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ പറയുന്ന കറൻ്റ്ലി നമ്മൾ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുപോലത്തെ ഒരുപാട് സ്പീഷീസുകൾ അപ്പോളേ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഏർലിയർ ബിഫോർ നമ്മുടെ ഹ്യൂമൻസ് സീനിൽ അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് സ്പീഷീസുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതായത് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുണ്ട് എന്നാണ് ഫോസിൽ റെക്കോർഡുകൾ സൂചിപ്പിക്കുന്നത്. സോ ഫോസിൽ റെക്കോർഡുകൾ പറയുന്നത് ലാർജ് സ്കെയിൽ ലോസ് ഓഫ് സ്പീഷീസ്, വൻതോതിലുള്ള സ്പീഷീസുകളുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഈവൻ ബിഫോർ ഹ്യൂമൻ അപ്പിയർഡ്. മനുഷ്യൻ
അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് അത്രത്തോളം സ്പീഷീസുകൾ ലാർജ് സ്കെയിലിൽ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അവരൊക്കെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോങ് പീരീഡ് മോർ ദാൻ 3 ബില്യൺ ഇയേഴ്സ് എന്ന് നോക്കുക, അത്രയും വർഷങ്ങളോളം എന്നാണോ നമ്മുടെ എർത്തിൽ ഒറിജിനേറ്റ് ചെയ്തത്, അവിടെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസ് സ്റ്റാർട്ട് ചെയ്തത്, അന്ന് തൊട്ട് ആ ലോങ് പീരീഡ് തൊട്ട് അതായത് നമ്മുടെ ഒരു മോർ ദാൻ 3 ബില്യൺ ഇയേഴ്സ് അത്രയും വർഷങ്ങളായിട്ട് ഭൂമി ഒറിജിനേറ്റ് ചെയ്ത് അവിടെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടുള്ള ഒരു കണക്കെടുക്കുമ്പോൾ അവിടെ ഒരു 5 എപ്പിസോഡ്സ് ഓഫ് മാസ് എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസ് കാണാൻ പറ്റിയിട്ടുണ്ട്. സോ എന്ന് മുതൽ ഭൂമി എർത്ത് ഒറിജിനേറ്റ് ചെയ്ത് അവിടെ ഡൈവേഴ്സ് കൈൻഡ് ഓഫ് ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്ത് ഒരു ലോങ് പീരീഡ് തന്നെ, അതായത് 3 ബില്യൺ ഇയേഴ്സിന് മേലെയായിട്ട് നോക്കുമ്പോൾ അത്രയ്ക്കും ആ കാലയളവിൽ ഒരു 5 എപ്പിസോഡിൻ്റെ ഒരു മാസ് എക്സ്റ്റിങ്ഷൻ, സ്പീഷീസുകളുടെ മാസ് എക്സ്റ്റിങ്ഷൻ്റെ ഒരു 5 എപ്പിസോഡുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ എക്സ്റ്റിങ്ഷനാണ് 6ാമത്തെ 6th എക്സ്റ്റിങ്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ എങ്ങനെയായിരിക്കും ഈ 6th എക്സ്റ്റിങ്ഷൻ പ്രസൻ്റ്ലി പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മുമ്പ് ഉണ്ടായിരുന്ന 5 എപ്പിസോഡ്സ് ഓഫ് മാസ് എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസിൽ നിന്ന് എങ്ങനെയാണ് ഈ 6ാമത്തെ എക്സ്റ്റിങ്ഷൻ എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രീവിയസ് എപ്പിസോഡിൽ നിന്ന് എന്തായിരിക്കും ഇപ്പോഴത്തെ എക്സ്റ്റിങ്ഷൻ, 6ാമത് നടന്നുകൊണ്ടിരിക്കുന്ന എക്സ്റ്റിങ്ഷന് എന്തായിരിക്കും വ്യത്യാസം? സോ ഡിഫറൻസ് റേറ്റിൽ കാണിക്കുന്നുണ്ട്. സോ കറണ്ട് സ്പീഷീസിൻ്റെ എക്സ്റ്റിങ്ഷൻ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 100 മുതൽ 1000 തവണ വരെ മടങ്ങ് 10 മടങ്ങാണ് മുമ്പത്തെ എക്സ്റ്റിങ്ഷനേക്കാളും, മുമ്പ് നടന്നിരുന്ന എക്സ്റ്റിങ്ഷനേക്കാളും 100 മുതൽ 1000 മടങ്ങ് ഇരട്ടിയാണ് എക്സ്റ്റിങ്ഷൻ്റെ സ്പീഡ്. അതിന് മെയിനായിട്ടുള്ള കാര്യം എന്തായിരിക്കും? റെസ്പോൺസിബിൾ നമ്മുടെ ഒരു ഹ്യൂമൻ ആക്ടിവിറ്റീസ് തന്നെയാണ്. നമ്മുടെ ആക്ടിവിറ്റീസ് തന്നെയാണ് ഇത്രയും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഈ എക്സ്റ്റിങ്ഷന് ലീഡ് ചെയ്യാനുള്ള കാരണം. സോ 5 എപ്പിസോഡ്സ് ഓഫ് മാസ് എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസ് ഒരുപാട് വർഷം എന്നും ഭൂമി ഒറിജിനേറ്റ് ചെയ്തു, ലൈഫ് അവിടെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തു, അന്ന് തൊട്ട് മോർ ദാൻ 3 ബില്യൺ ഇയേഴ്സ് തൊട്ട് തന്നെ ആ അത്രത്തോളം വർഷങ്ങളായിട്ട് 5 എപ്പിസോഡ് ഓഫ് മാസ് എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസിൻ്റെ 5 എപ്പിസോഡ് മാസ്സായിട്ട് ടോട്ടലായിട്ട് എക്സ്റ്റിങ്ഷൻ നടന്നിട്ടുണ്ട്. അതിൽ 6th എക്സ്റ്റിങ്ഷൻ നമ്മൾ പറഞ്ഞപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കും, പ്രസൻ്റ്ലി ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ നമ്മുടെ കറണ്ട് എക്സ്റ്റിങ്ഷൻ റേറ്റിനെ നമ്മൾ മുമ്പത്തെ എക്സ്റ്റിങ്ഷൻ റേറ്റുമായിട്ട് ആ വംശനാശവുമായിട്ട് നമ്മൾ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ എക്സ്റ്റിങ്ഷൻ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞത്? 100 മുതൽ 1000 തവണ വരെ ഫാസ്റ്ററാണ് ദാൻ ദ പ്രീ ഹ്യൂമൻ ടൈം. സോ മനുഷ്യൻ എൻട്രി ചെയ്യുന്നതിന് മുമ്പുള്ള 5 മാസ് എക്സ്റ്റിങ്ഷനേക്കാളും 100 മുതൽ 1000 തവണ വരെ ഇരട്ടിയാണ്, അല്ലെങ്കിൽ അത്രയും മടങ്ങ് സ്പീഡിലാണ്, ഫാസ്റ്റസ്റ്റ് ആയിട്ടാണ് ഇപ്പോഴത്തെ 6th എക്സ്റ്റിങ്ഷൻ റേറ്റ് പോകുന്നത്. അതിനുള്ള മെയിൻ കാരണം നമ്മുടെ തന്നെ ആക്ടിവിറ്റീസാണ് ഇത്രയും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റേറ്റിൽ എക്സ്റ്റിങ്ഷൻ സംഭവിക്കാനായിട്ടുള്ള കാരണം. സോ ഇക്കോളജിസ്റ്റ് നമുക്കൊരു വാർണിംഗ് തരികയാണ്. ഇക്കോളജിസ്റ്റിൻ്റെ വാർണിംഗ് ഇതാണ്, സൂചന. ഈ പ്രസൻറ്റ് ട്രെൻഡ്, ഇപ്പോഴത്തെ ഈ എക്സ്റ്റിങ്ഷൻ റേറ്റ്, ഇപ്പം നമ്മൾ പറഞ്ഞു കറണ്ടിങ്ങനെ 100 മുതൽ 1000 തവണ ഇരട്ടിയാണ് മുമ്പത്തെ മനുഷ്യൻ എൻ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള പ്രീ ഹ്യൂമൻ ടൈമിന് മുമ്പുള്ളതിനേക്കാളും 100 മുതൽ 1000 തവണ വരെ ഇരട്ടിയായിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള എക്സ്റ്റിങ്ഷൻ്റെ ആ ഒരു ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റേറ്റ്. സോ ഇതേ പ്രസൻറ്റ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരും കാലങ്ങളിൽ ഒരു അപ്രോക്സിമേറ്റ്ലി വരുന്ന 100 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് നിലവിലുള്ള സ്പീഷീസുകളുടെ പകുതിയോളം ഈ ഭൂമുഖത്തിൽ നിന്ന് അപ്രത്യക്ഷമായേക്കും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തുടച്ചു നീക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ വരുന്ന 100 വർഷത്തിനുള്ളിൽ ഇതേ പ്രസൻറ്റ് ട്രെൻഡ് കണ്ടിന്യൂ എക്സ്റ്റിങ്ഷൻ്റെ റേറ്റ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് മൂലം, നമ്മുടെ ഒരു ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം ഇങ്ങനെ തന്നെ ആ പ്രസൻറ്റ് ട്രെൻഡിലൂടെയാണ് എക്സ്റ്റിങ്ഷൻ നടന്നു പോവുകയെന്നുണ്ടെങ്കിൽ വരുന്ന 100 വർഷത്തിനുള്ളിൽ നിലവിലുള്ള സ്പീഷീസുകളുടെ പകുതിയോളം ഈ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇല്ലാതായി മാറുകയോ ചെയ്യും. സോ നമുക്കുള്ളൊരു വാർണിംഗ് ആണ്, നമ്മൾ
അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിനെ നമ്മൾ കൺസേർവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ എ റീജിയൻ. ഒരു പ്രത്യേക സ്ഥലത്തെ ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടാനായിട്ടുള്ള കാരണം അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ റീജിയനിലുള്ള ബയോഡൈവേഴ്സിറ്റി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അത് എന്തിനൊക്കെ വഴിതെളിക്കും. സോ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ എ റീജിയൻ ലീഡ് ടു 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഡിക്ലൈൻ ഇൻ പ്ലാന്റ് പ്രൊഡക്ഷൻ. ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ റീജിയനിലെ പ്ലാന്റ് പ്രൊഡക്ഷൻ കുറയാൻ തുടങ്ങും. രണ്ടാമത്തെ കാരണം, ലോവേർഡ് റെസിസ്റ്റൻസ് ടു എൻവയോൺമെൻറ്റൽ ഡിസ്റ്റർബൻസസ് ലൈക്ക് ഡ്രോട്ട്. എൻവയോൺമെൻറ്റൽ ഡിസ്റ്റർബൻസസ്, ഡ്രോട്ട് പോലത്തെ, വരൾച്ച പോലത്തെ എൻവയോൺമെൻറ്റൽ ഡിസ്റ്റർബൻസസിന് വളരെ കുറവ് റെസിസ്റ്റൻസേ എൻവയോൺമെൻറ്റൽ ഡിസ്റ്റർബൻസിന് ഈ പറഞ്ഞ ഇക്കോസിസ്റ്റം കാണിക്കുകയുള്ളൂ, ആ ബയോഡൈവേഴ്സിറ്റി കാരണം. സോ ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ എൻവയോൺമെൻറ്റൽ ഡിസ്റ്റർബൻസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല, അത് വളരെയധികം കുറയാൻ തുടങ്ങുന്നു. മൂന്നാമത്തെ ഇത് പറയുന്നത് ഇൻക്രീസ്ഡ് വേരിയബിലിറ്റി. ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ വേരിയബിലിറ്റി ചില ഇക്കോസിസ്റ്റം പ്രോസസ്സുകളിൽ മാറാൻ തുടങ്ങും. സോ ഇൻക്രീസ്ഡ് വേരിയബിലിറ്റി ഇൻ സർട്ടൻ ഇക്കോസിസ്റ്റത്തിൻ്റെ പ്രോസസ്സുകൾ ലൈക്ക് എന്തൊക്കെ പ്രോസസ്സുകൾ? പ്ലാന്റ് പ്രൊഡക്ടിവിറ്റി, വാട്ടർ യൂസ്, പെസ്റ്റ് ആൻഡ് ഡിസീസ് സൈക്കിൾ. സോ പ്ലാന്റ് പ്രൊഡക്ടിവിറ്റി, വാട്ടർ യൂസ്, പെസ്റ്റ് ആൻഡ് ഡിസീസ് സൈക്കിൾ പോലത്തെ ഇക്കോസിസ്റ്റം പ്രോസസ്സുകളിൽ ഒരുപാട് വേരിയബിലിറ്റി, വൻതോതിലുള്ള വേരിയബിലിറ്റി ചേഞ്ചുകൾ നമുക്ക് കാരണമായേക്കാം. അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സോ ഒരു പെർട്ടിക്കുലർ റീജിയനിലുള്ള ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ പ്ലാന്റ് പ്രൊഡക്ഷൻ കുറയാൻ തുടങ്ങുന്നു. അവിടുത്തെ എൻവയോൺമെൻറ്റൽ ഡിസ്റ്റർബൻസ്, ഡ്രോട്ട് പോലത്തെ, വരൾച്ച പോലത്തെ എൻവയോൺമെൻറ്റൽ ഡിസ്റ്റർബൻസിന് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് അത് വളരെയധികം കുറയാൻ തുടങ്ങുന്നു. മൂന്നാമതായിട്ട് അവിടുത്തെ ഇക്കോസിസ്റ്റം പ്രോസസ്സുകളിൽ ഒരുപാട് വൻതോതിലുള്ള വേരിയബിലിറ്റി ചേഞ്ചുകൾ കാണാൻ പറ്റുന്നു. ലൈക്ക് പ്ലാന്റ് പ്രൊഡക്ടിവിറ്റിയിലും വാട്ടർ യൂസിലും പെസ്റ്റ് ആൻഡ് ഡിസീസ് സൈക്കിൾ, ഇതിലൊക്കെ ഇങ്ങനത്തെ ഇക്കോസിസ്റ്റം പ്രോസസ്സുകളൊക്കെ വൻതോതിലുള്ള വേരിയബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കും. സോ ബയോഡൈവേഴ്സിറ്റി ഒരു റീജിയനിൽ നഷ്ടപ്പെട്ടാൽ ഇത് മൂന്നുമാണ് സാധാരണയായിട്ട് സംഭവിക്കുക.